വാർത്തകളിലേക്ക്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പിന്തുണ അറിയിച്ച് യുഎസ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള ടെലിഫോൺ ചർച്ചയിലാണ് യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഐക്യദാർഢ്യം അറിയിച്ചത്. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ചൈനീസ് പ്രതിനിധിയുമായ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി. പിന്തുണ നൽകിയതിനും പെഹൽഗാം ആക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തതിനും ചൈനയ്ക്ക് പാകിസ്ഥാൻ നന്ദി അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. മനു ഭട്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, തിരക്കിട്ട നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുകയാണ്. ഏത് തരത്തിലുള്ള പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഭയം അത് പാകിസ്ഥാൻ ഉണ്ട് താനും. അതിനിടയിലാണ് ഇപ്പോൾ യുഎസിന്റെ പിന്തുണ. കൂടുതൽ ഉറച്ച ശബ്ദത്തിൽ യുഎസ് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്ന സാഹചര്യം എങ്ങനെ നോക്കിക്കാണണം നമ്മൾ ഈ സാഹചര്യത്തെ? അതോടൊപ്പം ചൈനയുടെ പിന്തുണയിൽ പാകിസ്ഥാൻ ആത്മവിശ്വാസം കണ്ടെത്തുന്നുണ്ടോ? ആര്യ, ഇതിൽ നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ തർക്കമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് റഷ്യ മാത്രമാണ് പിന്തുണ പലപ്പോഴും നൽകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ന് പാകിസ്ഥാന് ചൈന മാത്രം പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും മറ്റ് ലോകരാജ്യങ്ങൾ കൂടുതലും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും യുഎസിൻ്റെ ഡിഫൻസ് സെക്രട്ടറിയുമായാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് ചർച്ച ചെയ്തത്, ടെലിഫോൺ സംഭാഷണം നടത്തിയത്. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ എങ്ങനെയാണ് തീവ്രവാദത്തിന് വലിയ താവളം ഒരുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നടത്തി. അപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് അവർക്ക് നടപടികളെടുക്കാൻ എല്ലാ അധികാരവുമുണ്ട് എന്ന് യുഎസ് വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഇന്ത്യക്ക് കൃത്യമായ പിന്തുണ നൽകാൻ കൂടി തയ്യാറാവുകയാണ് യുഎസിൻ്റെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ പിന്തുണ കൂടുതൽ ഇന്ത്യക്ക് അനുകൂലമായി വരുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം ചൈനയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയാണ് പാകിസ്ഥാൻ. ചൈനീസ് അംബാസിഡറുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ചൈനീസ് അംബാസിഡറുമായി കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. സിയാങ് ജിങ്ഡോങ്ങുമായി അവിടെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിൽ ഷഹബാസ് ഷെരീഫ് നന്ദി അറിയിക്കുകയാണ്. ചൈന പിന്തുണ പ്രഖ്യാപിക്കുകയും ഒപ്പം ഇതിൽ ഇന്ത്യയിൽ നടന്ന ഈ ആക്രമണത്തിൽ ഒരു നിഷ്പക്ഷ അന്വേഷണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച ചൈനീസ് നടപടിയെ അംഗീകരിച്ചുകൊണ്ട് പിന്തുണ അറിയിക്കുകയുമാണ് ചെയ്യുന്നത്. അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ചില ഭീഷണികൾ ഇപ്പോഴും തുടരുന്നു. അത് പരിഭ്രാന്തിയിൽ നിന്നാണ് എന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. കാരണം ഇന്ത്യയിൽ വളരെ ഗൗരവത്തോടു കൂടിയുള്ള ചർച്ചകൾ നടക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ അവലോകനം ചെയ്യുകയും പട്ടാളവും അതുപോലെ നാവികസേനയുമൊക്കെ സൈനിക അഭ്യാസങ്ങൾ അനുവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടത്തിൽ പാകിസ്ഥാനിൽ പരിഭ്രാന്തി പടരുകയാണ്. ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കുന്നത് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കുന്നത്. ഈ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് വന്നാൽ അല്ലെങ്കിൽ സംഘർഷം തുടരുന്നൊരു സാഹചര്യം വന്നാൽ ആണവായുധം ഉപയോഗിക്കും എന്നതാണ്. അതിന് നേരത്തെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടിയല്ല ഇത്തരത്തിൽ ആയുധങ്ങൾ ഉള്ളത് എന്ന തരത്തിലുള്ള പ്രതികരണം ഇന്ത്യയും നേരത്തെ അങ്ങോട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആഗോള തലത്തിലുള്ള രാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള പ്രയത്നമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പരിഭ്രാന്തിയിൽ നടത്തുന്നത്. തീർച്ചയായും മനു ഭട്ടാണ് വിശദാംശങ്ങൾ നൽകിയത്.